പാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളതും നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ആയിരിക്കും അല്ല, അനശ്വരയായിട്ടുള്ള ഒരു കെമിസ്ട്രി. എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്? അനശ്വരയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ആ ഒരു പ്രോസസ്സ് ത്രൂ ഔട്ട് അനശ്വര ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമുക്കത് അങ്ങനെയും ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ നോക്കിയാലോ പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തെടുത്തത്. നിങ്ങൾ തമ്മിലൊരു ഫോട്ടോ ഒക്കെ ഭയങ്കര ക്ലിക്കായി മാറുന്നു. അപ്പോൾ ഇതിനിടയിൽ ആളുകൾ പറയുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള ഗോസിപ്പുകളൊക്കെ വരുന്നു. ഇതൊക്കെ കാണുന്നുണ്ടോ? അതിനൊരു കമന്റാണ് അങ്ങ് കെട്ടുകുമാരേട്ടാന്നൊക്കെ ഉള്ള പറഞ്ഞ കമന്റുകളൊക്കെ കാണുന്നത്. ഞാനും കാണുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. എൻ്റെ വളരെ അടുത്തൊരു നല്ലൊരു സുഹൃത്താണ് അനശ്വര. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ പ്രണയം കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അതിനങ്ങനെ കാണാതിരിക്കാൻ ശ്രമിക്കുക. ഗോസിപ്പ് വാർത്തകൾ നിറയുന്നുണ്ടോ എന്നുള്ള പേടിയുണ്ടോ? ഒരിക്കലും അങ്ങനെയൊന്നും. ആ ഒരു സിനിമയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നില്ല നിങ്ങൾ ആ ഒരു പ്രപ്പോസൽ സീനുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു പ്രപ്പോസൽ സീൻ കാണുമ്പോൾ എന്തെങ്കിലും വാക്കുകളൊക്കെ അതിലുണ്ടാവാം, പക്ഷെ ഒരു വാക്കുപോലും ഇല്ലാതെ ഒരു പ്രപ്പോസൽ സീൻ. എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വരുന്നു, ഇതുപോലെ ഒരു ഡയറി കൊടുക്കുന്നു, ഇത് എന്തെങ്കിലും കാണിക്കുന്നു, പോകുന്നു. അപ്പോൾ ഒരു നല്ല ചിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഡയറക്ഷൻസ് ആയിരുന്നു, ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു, ഇതാണ് അപ്പം നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. ഇത്രയാച്ചൊരിക്കൽ പറയുന്നുണ്ടായിരുന്നു, നവ്യ നായർ ആദ്യമായി അഭിനയിക്കാൻ പോകുമ്പോൾ നവ്യ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു, അത് അവിടെ ക്യാമറ അപ്പം അതിങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അനശ്വര ആ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതിപ്പോ നമ്മൾ മുൻവിധികളോടെയാണല്ലോ എല്ലാവരെയും സമീപിക്കുക. അനശ്വര അങ്ങനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അനശ്വര ഇങ്ങനെ ആയിരിക്കും അതൊക്കെ മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞുകൊണ്ടാണ് എൻ്റെ പുറകെ ഒന്ന് തട്ടിയിട്ട് ഹായ് ബഡി എന്ന് വിളിച്ചിട്ടാണ് ഫസ്റ്റ് മീറ്റ്. അതായത് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു കോളേജ്, ഒരു ബാച്ച്മേറ്റ്, ഒരു ലാസ്റ്റ് ബെഞ്ചർ, ആ ഒരു വൈബാണ് എനിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അന്നും കിട്ടിയിട്ടുള്ളത്. ഞാൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയും അടുത്ത പടം ചെയ്യണ്ടേ, ചെയ്യാം. ഇങ്ങനെ കോംബോ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു കോംബോ അങ്ങനെ വരാൻ സാധ്യതകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഒരു കോംബോ കോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കോളുകൾ? ഇല്ല, അങ്ങനെ ഒരു ഇപ്പോൾ നല്ലൊരു സാധനം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ സന്തോഷമാണ്. എങ്ങനെയാണ് സിനിമയോടൊരു പാഷൻ തോന്നുന്നതും സിനിമയിലേക്ക് വരുന്നത്? അപ്പോൾ ഒരുപാട് അലയേണ്ടി വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു സക്സസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ സിനിമ എന്ന് പറയുന്ന ഒരു വന്യമായ ഒരു ആഗ്രഹമായിരുന്നു, ദൂരത്തുള്ള ഒരാഗ്രഹം. സിനിമയെന്നുള്ള മോഹം ഉണ്ടെങ്കിലും ഇതെങ്ങനെ എത്തും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് അത് ഫുൾഫിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് സിനിമയിലേക്ക് എത്താനുള്ള ഒരു വഴി വെട്ടി തുറക്കുന്നത്? എങ്ങനെയാണ് അത്? നമുക്കൊരാഗ്രഹമുണ്ട്, അപ്പോൾ എങ്ങനെ അവിടെ എത്താം എന്ന് ആദ്യം ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് പരിചയമുള്ള ആരുമില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ സിനിമയിലെ ഒരാളുടെ, ഒരു വ്യക്തിയുടെ പോലും, സിനിമയായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയുടെ പോലും നമ്പറിൻ്റെ ഇല്ല. അപ്പോൾ ഞാനായിട്ട് തന്നെ ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് പോവുക, എങ്ങനെയും എത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. എനിക്ക് എൻ്റെ മനസ്സിൽ ആകെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ തോട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിതിന് ശ്രമിക്കാതെ ഞാനൊരു 10, 50, 55, ഒരു 60 വയസ്സുള്ളപ്പോൾ പക്ഷെ എനിക്ക് അന്ന് ശ്രമിക്കാമായിരുന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. ആ ഒരു വാശി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി ശ്രമിച്ചിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്.